ഐ ഗെസ് വെൽക്കം ബാക്ക്. ഡേറ്റ് ഓഗസ്റ്റ് 4. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇപ്പോൾ 1 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇന്നൊരു ട്രേഡ് പ്ലാൻ ചെയ്യുകയാണ്. ഞാനിവിടെ ചാർട്ടിൽ കുറച്ച് കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അനലൈസ് ചെയ്യാം, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ട്രേഡ് എടുക്കാം. ഫസ്റ്റ് ക്യാൻഡിൽ ഒന്ന് ഫോർമേഷൻ നടക്കട്ടെ, അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 3 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. ആൻഡ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം എന്താണ് എൻ്റെ ഒരു വ്യൂ എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ നിന്നൊരു ട്രെൻഡ് ഷിഫ്റ്റ് നടന്നിട്ടുണ്ട് ഇൻട്രാഡേ ടൈം ഫ്രെയിമിൽ. ഈ ഒരു ലെവലിൽ നിന്ന് സെല്ലേഴ്സ് പൊസിഷൻ എടുത്തിട്ടുണ്ട്. സെല്ലേഴ്സ് ആണ് ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ളത്. പിന്നീട് മാർക്കറ്റ് താഴെ വന്നു, 56,000 ലെവലിൻ്റെ താഴോട്ട് മാർക്കറ്റ് വന്നു. അതിനുശേഷം മാർക്കറ്റ് ഒന്നുകൂടി മുകളിലോട്ട് പോയി 50,000 ലെവലിൻ്റെ മുകളിലോട്ട്. പിന്നീട് വീണ്ടും അവിടെ നിന്ന് സെല്ലേഴ്സ് ആക്റ്റീവായി. അത് കഴിഞ്ഞ് മാർക്കറ്റ് വീണ്ടും താഴോട്ട് വന്നതായിട്ട് കാണാം. ഇതാണ് റീസെൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചർ. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ അനുസരിച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ വേണ്ടി പറ്റും, കറണ്ട് ഈ ഒരു ടൈം ഫ്രെയിമിൽ, ഈ ഒരു ഇൻട്രാഡേ ടൈം ഫ്രെയിമിൽ സെല്ലേഴ്സ് ആണ് സ്ട്രോങ് എന്നുള്ളത്. കാരണം ആ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. സെല്ലേഴ്സ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ നിന്ന് സെല്ലേഴ്സ് വന്നിട്ടുണ്ട്, ഇവിടെ നിന്നും സെല്ലേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നൊക്കെ ബയേഴ്സ് ഒന്ന് മാർക്കറ്റിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോകാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ബയേഴ്സ് ഫെയിൽ ആവുകയാണ് ചെയ്തത്. റൈറ്റ്. നമുക്കറിയാം മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്യുന്നതിന് ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ളൊരു ഫൈറ്റ് നടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു റിസെൻറ്റ് മാർക്കറ്റ് ഫൈറ്റിൽ കഴിഞ്ഞ 2-3 ദിവസത്തെ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റും ഓവറോൾ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് സെല്ലേഴ്സ് ആണ് വിൻ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ സെല്ലേഴ്സ് ആണ് സ്ട്രോങ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ട്രേഡാണ് ഞാനിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇപ്പം ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് വന്നിട്ടുണ്ട്. റൈറ്റ്. അപ്പോൾ ഇതൊരു ടിപ്പിക്കൽ എന്താണ്, ഒരു സെൽ ഓൺ റൈസ് എന്ന് പറയാം, അല്ലേ? അതായത് ഓൾറെഡി സെല്ലേഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് വരുന്ന സമയത്ത് പുൾ ബാക്ക് എന്ന് പല ആൾക്കാരും പറയും. ടിപ്പിക്കലി അതിൻ്റെ ഒരു വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽ ഓൺ റൈസ് എന്നാണ് പല ആൾക്കാരും പറയാറുള്ളത്. റൈറ്റ്. അപ്പോൾ ഞാനിവിടെ ഒരു ട്രേഡ് ഇവിടെ പ്ലാൻ ചെയ്യുവാണ്. 140 ക്വാണ്ടിറ്റി. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്ത സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സോറി, ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഫയേഴ്സ് പ്ലാറ്റ്ഫോം ആണ്. ഫയേഴ്സിൻ്റെ ബ്രോക്കറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പല ആൾക്കാരും കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഓപ്പണിങ്ങിൽ തന്നെ ഒരു ട്രേഡ് എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെല്ലേഴ്സ് ആണ് മാർക്കറ്റിൽ ഇപ്പം ഡോമിനേറ്റ് ചെയ്യുന്നത്. ആ ഒരു ഫിയർ എല്ലാവർക്കും ഉണ്ട്. ആൻഡ് മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് വരുന്ന സമയത്ത്, വില കൂടുന്ന സമയത്ത് നോർമലി സെല്ലേഴ്സ് ആക്റ്റീവ് ആവും. എസ്പെഷ്യലി ഈ ഒരു പോയിന്റ്, അതായത് സെൽ ഓൺ റൈസ്, അല്ലേ? പല ആൾക്കാരും ഒരു പേര് കേട്ടിട്ടുണ്ടാവും, സെൽ ഓൺ റൈസ്. മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് വരുന്ന സമയത്ത് സെല്ല് ചെയ്യുന്നു. റൈറ്റ്. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് എടുത്തൊരു ട്രേഡാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് മസ്റ്റായിട്ട് കീപ്പ് ചെയ്യണം. നമ്മൾ ഇതൊരു ജസ്റ്റ് ഒരു വ്യൂ മാത്രമാണ്, നമ്മുടെ വ്യൂ റോങ് ആവും, അല്ലേ? അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് ഇനിയിപ്പം ഈ ഒരു ലെവലിൽ ജസ്റ്റ് മുൻപ് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ലോ പോയിന്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് വന്നു, അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യും. അതാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് പോയിന്റ് എന്ന് പറയുന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നോർമലി ഒരു 60 to 100 പോയിന്റ് പ്രീമിയത്തിൽ. അതാണ് എൻ്റെ മാക്സിമം ഞാൻ സ്റ്റോപ്പ് ലോസ് എക്സ്പെക്ട് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി പ്രീമിയത്തിൽ 60 to 100 പോയിന്റ്. അതേ കാര്യം തന്നെയാണ് ടാർഗറ്റ് വരുന്ന സമയത്ത് മിനിമം ഒരു 100 പോയിന്റുകൾ ഞാൻ എക്സ്പെക്ട് ചെയ്യും. ടാർഗറ്റ് അതിന് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് 100 പോയിന്റ് കിട്ടുന്നില്ല, ചില സമയങ്ങളിൽ. റൈറ്റ്. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം മാർക്കറ്റ് ഇപ്പം നെഗറ്റീവ് ട്രെൻഡിലോട്ട് വരുന്ന സമയത്ത് ഞാനിവിടെ മാർക്ക് ചെയ്ത് ഈ ഒരു ലെവലുണ്ട് 31 ജൂലൈയിലെ ഈ ഒരു ലോ പോയിന്റ്. അപ്പോൾ അത് ബ്രേക്ക് ഡൗൺ നടക്കുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം അവിടെ നിന്ന് ജസ്റ്റ് ബയേഴ്സ് ഒക്കെ വന്ന് പൊസിഷൻ മാർക്കറ്റ് മുകളിലോട്ട് കൊണ്ടുപോകാൻ നോക്കിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ആദ്യത്തെ ഗ്രീൻ ക്യാൻഡിലൊക്കെ കണ്ടിട്ട് ബയേഴ്സ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് കൂടുതൽ അതിൻ്റെ ലെവലിൻ്റെ താഴെയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഡൗൺ നടക്കുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബ്രേക്ക് ഡൗൺ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ലെവൽ എങ്ങനെയാണ് പ്രീമിയം മൂവ്മെൻറ്റ് നടക്കുന്നത്, അതിനനുസരിച്ചിട്ട് എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. സെയിം ആ ഒരു പ്രീമിയത്തിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ബിറ്റ്വീൻ 60 to 100 പോയിന്റ്. ഡിപ്പെൻസ് ഓൺ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ടുള്ളത്. ഓക്കെ. അത് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ ട്രേഡ് എടുത്തിട്ടുണ്ട്, ചെറിയ ലോസ് റണ്ണിങ്ങിലാണ്. റൈറ്റ്. അപ്പോൾ പ്രീമിയത്തിൽ എന്തായാലും ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. നമ്മൾ സ്കാൽപ്പിംഗ് ഒന്നും അല്ല ചെയ്യുന്നത്. അപ്പം ഓരോ ക്യാൻഡിൽ നോക്കി P&L നോക്കി ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റൈറ്റ്. സോ ഡിസിപ്ലിനോട് കൂടി ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്. വളരെ കോൺഫിഡൻറ്റോട് വിട്ടിത്ത ട്രേഡാണ്. ഓൾസോ സ്റ്റോപ്പ് ലോസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി എന്താണ് നമുക്ക് ആവശ്യം, അല്ലെ? വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. ചെറിയ പ്രോഫിറ്റിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ മാർക്കറ്റ് എനിക്ക് അനുകൂലമായിട്ട് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. എൻ്റെ ടാർഗറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഡേ ലോ ജസ്റ്റ് ബ്രേക്ക് ഡൗൺ നടത്തിയിട്ടുണ്ട്.
അപ്പോൾ ടാർഗറ്റ് കിട്ടി. അപ്പം ഞാൻ അധികം ഗ്രീഡി ആകുന്നില്ല. കാരണം ഒരു കാര്യം പറയുവാണെങ്കിൽ ഇപ്പം 31 ജൂലൈൻ്റെ ഡേ ലോ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ഇപ്പോൾ നോർമലി പുതിയ ട്രേഡേഴ്സൊക്കെ വന്നിട്ട് പൊസിഷൻ എടുക്കും. അപ്പോൾ അവരെ ട്രാപ്പ് ചെയ്യാനൊക്കെ മേ ബി മാർക്കറ്റ് മുകളിലോട്ട് വരാം. അതുകൂടാതെ ഓൾറെഡി സെല്ലിംഗ് പൊസിഷൻ എടുത്തിരിക്കുന്ന മുൻപേ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് എടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക ഈ ഒരു ലെവലിലായിരിക്കും, റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ട്രേഡിൽ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്, റൈറ്റ്. നിയർലി 100 പോയിന്റ് എടുത്ത് പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഫ്യൂ സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓൾസോ ഒരു കാര്യം പറയാനുള്ളത്, നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ് നാളെ ഓഗസ്റ്റ് 5-ന്. സോ എനിക്കൊന്ന് 2 സീറ്റ് അങ്ങനെ ബാക്കിയുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. ഓക്കെ, സോ വെയിറ്റിംഗ് ഒരു ഫ്യൂ സെക്കൻഡ്. നല്ലൊരു ക്യാൻഡിലാണ് ഫോർമേഷൻ നടത്തിയിരിക്കുന്നത്, നോക്കാം. ഓക്കെ, സോ ഡൺ. അധികം ഗ്രീഡി ആവുന്നില്ല. എൻ്റെ ടാർഗറ്റ് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. 100 പോയിന്റ് അടുത്ത് തന്നെ പ്രോഫിറ്റ് ഉണ്ട്. യെസ്, സോ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. സോ ആ ഒരു റീസൺ, ഇപ്പം ഞാൻ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ബുക്ക് ചെയ്തതിൽ കാര്യമില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ആ ഒരു റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെല്ലേഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്ന സമയത്ത്, മാർക്കറ്റ് മുകളിൽ വരുന്ന സമയത്ത് നോർമലി അവിടെ നിന്ന് ഒരു പുൾ ബാക്ക് എടുത്ത് മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യതയാണ് കൂടുതലും ഉള്ളത്. പിന്നെ എന്തുകൊണ്ട് ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി എൻ്റെ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാവരും അവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും പുതിയ സെല്ലേഴ്സ് വന്ന് പൊസിഷൻ എടുക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ അവരൊക്കെ ട്രാപ്പ് ചെയ്യിക്കാനുള്ള സാധ്യതകളുണ്ട് മാർക്കറ്റിൽ. ആൻഡ് മേ ബി ചിലപ്പോൾ താഴോട്ട് കണ്ടിന്യൂസ്ലി ഫാൾ വരാം. സോ എനിവേ എൻ്റെ ടാർഗറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. സോ ബുക്ക് ചെയ്തു. ഞാനൊരു ദിവസം ഒരു ട്രേഡ് മാത്രമേ എടുക്കാറുള്ളൂ. സിസ്റ്റം ക്ലോസ് ചെയ്ത് ഞാൻ പോവാണ്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ ബൈ ബൈ, താങ്ക് യു.